ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ് അല്ല, മറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുൻ സീസണുകളിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസൺ ശരിക്കും ഒരു പാളിച്ച പറ്റിയെന്ന് വേണം പറയാൻ. ഇത് കാണാൻ ഒരു രസവുമില്ല. നമ്മുടെ വീടുകളിലിരുന്ന് കാണാൻ പറ്റിയ ഷോ ആയിട്ടിത് വരുന്നില്ല. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയുള്ള ടാസ്കുകൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഷോയ്ക്കുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുവാണെങ്കിൽ വേണ്ടത്ര ഗെയിം നമുക്ക് എൻ്റർടൈൻ ആയിട്ടുള്ള ഗെയിം ഒന്നും തരാൻ ഇവർക്ക് സാധിച്ചില്ല. മത്സരാർത്ഥികളെല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ഇടയ്ക്കിടയ്ക്ക് പോയ ഒരു സീസണാണെന്ന് തോന്നുന്നു ഈ ഒരു സീസൺ. പിന്നെ ഉള്ളവർക്കാണെങ്കിൽ ഒട്ടും ഗെയിം കളിക്കാനും വയ്യ. ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആളുകളെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു വിടുകയും ചെയ്യും. ബിഗ് ബോസിന് വേണമെങ്കിൽ അവിടെ നിർത്താം എന്നുള്ള ആൾക്കാരെ ബിഗ് ബോസ് പക്ഷേ ഒരാളെ ജയിപ്പിക്കണമെന്ന് ബിഗ് ബോസ് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവരെ ജയിപ്പിക്കാൻ വേണ്ടി അവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ലവ് കോംബോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസൺ വരുമ്പോഴത്തേക്ക് ജാസ്മിൻ ഗബ്രി കോംബോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ കാര്യങ്ങൾ മാത്രം ഇതിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ ഗബ്രിയുടെ കാര്യങ്ങൾ മാത്രം കാണിക്കുന്നു. അങ്ങനെ കുറച്ച് ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അഖിൽമാരാരൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് ഉള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും. അഖിൽമാരാരൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ ലാസ്റ്റിൽ എവിക്റ്റായി പോയ നമ്മുടെ അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പല സീനുകളും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നു. അല്ലെങ്കിൽ ലൈവിൽ പുള്ളിക്കാരനൊരു സ്റ്റോറി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയാണോ പോസ്റ്റാണോ എന്ന് എനിക്കറിയില്ല, പോസ്റ്റാണെന്ന് തോന്നുന്നു. അതിനകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ അമ്മയാണെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരന് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാമറ മാറ്റി ജാസ്മിനെയോ ഗബ്രിയോ എല്ലാം കാണിക്കുമെന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അതുകൊണ്ടായിരിക്കും വോട്ട് കുറഞ്ഞ് ഇത് ഹൗസിൽ നിന്ന് പുറത്തു പോയത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ടീം മെമ്പർ. അപ്പം ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിനകത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് കാണിക്കുന്ന ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ആ ആളുടെ കാര്യം മാത്രമേ പ്രേക്ഷകർ മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ അവർക്കാർക്കും കൂടുതൽ വോട്ട് പോകുന്നത് ഈ വോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇപ്പം ഞാനൊരു വോട്ട് ചെയ്തു, നിങ്ങളൊരു വോട്ട് ചെയ്തു, 2 വോട്ടായി. പക്ഷേ ബിഗ് ബോസിന് വേണമെങ്കിൽ അത് 3 ആക്കി കൂട്ടിയിടാം, ഒരാൾക്ക് 4 ആക്കി കൂട്ടിയിടാം, 5 ആക്കി കൂട്ടിയിടാം. ആരറിയുന്നു വോട്ടിങ്ങിൻ്റെ കൗണ്ട് എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോ? 100 വോട്ടായി 150 എന്ന് പറഞ്ഞങ്ങ് അടിച്ചങ്ങ് വിടും. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ ഒരു ഗെയിം ഈ സീസൺ 6 എനിക്ക് അങ്ങോട്ട് ഗെയിമും വേണ്ടത്ര ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്